നമ്മുടെ ഇവിടെ വർക്കൗട്ടിന്റെ പവർ എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ 138 140 ചാടിയിട്ട് അവിടെ പോയിട്ട് ഈ 132 ചാടുമ്പോൾ വളരെ ഈസി ആയിരുന്നു. ചാടിയത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളതൊന്നും ചെയ്യില്ല, നമ്മൾ ചുമ്മാ ചാടുക, അത് അങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പുതിയൊരു എക്സ്പീരിയൻസും, അതായത് നമുക്ക് തോന്നും ഒരു ഫീൽ വരും, ഇത് കിട്ടും, അങ്ങനെ നമുക്ക് ഇത് പറ്റും, അങ്ങനെ ഓരോ ഐറ്റം കിട്ടാൻ തുടങ്ങുന്നത് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഓരോ ഐറ്റംസ് കിട്ടി വരാം. എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് ഫയർമാൻ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ, അതേപോലെ എക്സൈസിന്റെയും ഫിസിക്കൽ പാസ്സായ നവീൻ കൊളയക്കോടിനെയും സുഹൈൽ എലപ്പുള്ളിനെയാണ് പരിചയപ്പെടുത്തുന്നത്. കൺഗ്രാറ്റ്സ് നവീൻ. കൺഗ്രാറ്റ്സ് സുഹൈൽ. നവീൻ, ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? നമ്മുടെ ക്യാമ്പിൽ എങ്ങനെ എത്തിപ്പെട്ടത്, ആര് പറഞ്ഞിട്ടാണ്, ഇവിടുത്തെ വർക്കൗട്ട് എങ്ങനെയാണ്, നമ്മുടെ ബെല്ലി ജമ്പ് എങ്ങനെയാണെന്ന ഒരു എക്സ്പീരിയൻസ് നവീൻ പറയണം. എനിക്ക് എൻ്റെ കൂടെ പഠിക്കുന്ന വിനോദ് പറഞ്ഞ ഏട്ടനുണ്ടായിരുന്നു. മൂപ്പര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനോദ് പറഞ്ഞ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. എനിക്ക് നേരത്തെ അറിയാം സാർ ഇവിടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. പിന്നെ ഇപ്പോൾ ആർമിയിൽ കയറിയിരിക്കുന്ന രഞ്ജിത്ത് അവരൊക്കെ ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫിസിക്കൽ പാസ്സായി, മറ്റേ എക്സാം പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ ഫിസിക്കല് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് സാർ ഇവിടെ നല്ല കോച്ചിങ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ ഞാൻ കുറേ ഓടിയുണ്ട്. നേരത്തെ ഞാൻ മൈതാനത്തൊക്കെ എപ്പോഴും പോയി ഓടാറൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടം മാത്രമേ കിട്ടായിരുന്നുള്ളൂ. അപ്പോൾ ഐറ്റംസ് എനിക്കൊരു കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഓരോ ഐറ്റംസും സാറ് പറഞ്ഞപ്പോൾ, ഞാൻ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ തന്നെ എനിക്ക് ലോങ് ജമ്പായിരുന്നു. ലോങ് ജമ്പിൽ ഫസ്റ്റ് ദിവസം തന്നെ വന്ന് ചാടിയപ്പോൾ സ്റ്റെപ്പ് കറക്റ്റായില്ല, ഫൗളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഓരോ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ചാടിയപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനം പിന്നെ ഇവിടെ കുറേ വർക്കൗട്ടുകളൊക്കെ വന്നപ്പോൾ ഈ സ്റ്റെപ്പ് വർക്കൗട്ടും പിന്നെ കുറേ ഇവിടെ ABC വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് കാലിൽ കുറച്ച് പവർ ഇൻക്രീസ് ആയെന്ന് തോന്നി. അപ്പോൾ പിന്നെ അവസാനമായിട്ട് സാറ് മറ്റേ ലോങ് ജമ്പ് ചാടുന്ന മറ്റേ സ്റ്റാൻഡിങ് കൂടി കൊണ്ടുവന്നപ്പോൾ അതിലെ ഫ്ലൈയിങ് എങ്ങനെയാണെന്നും കൂടി ഒരു ട്രിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഈസി ആയിരുന്നു ലോങ് ജമ്പ്. പിന്നെ ബെല്ലി ഇവിടെ വന്ന് ചാടുമ്പോൾ നേരത്തെ 125 ചാടിക്കുമ്പോൾ തന്നെ ടച്ച് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് നമ്മുടെ ഇവിടെ വർക്കൗട്ടിൻ്റെ പവർ എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ 138 140 ചാടിയിട്ട് അവിടെ പോയിട്ട് ഈ 132 ചാടുമ്പോൾ വളരെ ഈസി ആയിരുന്നു. ചാടിയത് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ്. ഓക്കെ, നമ്മുടെ ബെല്ലി ജമ്പിനെ കുറിച്ച് എന്താണ്? ഇപ്പോൾ കേരളത്തിലെ അതർ ജില്ലക്കാരൊക്കെ ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സുകളുണ്ട് ഇവിടെ ഹോസ്റ്റലിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 വാക്ക്. ബെല്ലി ജമ്പ് ഏറ്റവും സിമ്പിളായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ബെല്ലി. കാരണം ഞങ്ങൾ പോയവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സിസ്റ്റർ ചാടുന്നവരും പിന്നെ ഫോസ്ബെറി ചാടുന്നവരും കുറേ പേര് ബാറിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബെല്ലി ചാടുന്നവർ ഏകദേശം 90% അവിടെ പാസ്സാവണമെന്നാണ് കണ്ടത്. അപ്പോൾ ഇവിടെ ബെല്ലിക്ക് പറ്റിയ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല കാലിൽ പവർ വരുത്താനുള്ള ലെഗ് വർക്കൗട്ടുകളൊക്കെ കുറേ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബെല്ലി നമുക്ക് ഇവിടെ വന്നാൽ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ ഈ ഫിസിക്കലിൽ മറ്റേ 1-2 ഐറ്റത്തിലൊക്കെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർ, മെയിനായിട്ട് ലോങ് ജമ്പ് ഹൈ ജമ്പിലൊക്കെ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർ ഇവിടെ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സെറ്റാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ലാസ്റ്റ് വരെ നിൽക്കാണ്ട് ഏകദേശം കുറച്ച് ഒരു ടൈം വേണം. എല്ലാവർക്കും ഫസ്റ്റ് തന്നെ അടിക്കാൻ പറ്റില്ല. കുറച്ച് ടൈം ആ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏകദേശം ഒരു മാസമൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പാസ്സാവും. ഓക്കെ, താങ്ക് യു. എന്തായാലും ഒരു ഐറ്റം നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് ഫിസിക്കലി പാസ്സാവും. നെക്സ്റ്റ് സുഹൈൽ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് 2 വാക്ക് സംസാരിക്കാം. ഞാനും ഇതേ പറഞ്ഞാൽ ഞാനും ഇവരും കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് വെട്ടുണ്ട്. അപ്പോൾ വിനോദേട്ടൻ പറഞ്ഞിട്ടാണ്, വിനോദേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു. ആൾ എക്സസൈസ് എത്തിയപ്പോൾ ആൾ കൊണ്ടുവന്നു. നമ്മളിവിടെ ഇങ്ങനെ ഐറ്റംസൊക്കെ കിട്ടുമെന്ന് നമുക്കറിയായിരുന്നു. അതായത് സ്കൂള് കോളേജിലൊക്കെ ചെയ്തതിൻ്റെ ഒരു ഇത്. എന്നാലും ഇവിടെ വന്നപ്പോഴാണ് അത് ഒന്നും കൂടി നമുക്ക് ഉറപ്പിക്കണമല്ലോ, കോൺഫിഡൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഒരു അക്കാഡമി തപ്പി. അപ്പോൾ വിനോദേട്ടനെ പറഞ്ഞു ഇങ്ങനെ ഒരു അക്കാഡമി ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാറിൻ്റെ വീഡിയോസും കണ്ടു. അങ്ങനെ സാറിനെ കോൺടാക്ട് ചെയ്ത് വരാൻ പറ്റി. അതായത് നമുക്ക് ജമ്പ് പിന്നെ ഓരോ എക്സസൈസ് നമ്മളിവിടെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇങ്ങനെ ടയർ വലിച്ച് ഓടലും എക്സസൈസും സ്റ്റെപ്പിംഗ് വർക്കൗട്ടും നമ്മളതൊന്നും ചെയ്യില്ല, നമ്മൾ ചുമ്മാ ചാടുക, അത് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പുതിയൊരു എക്സ്പീരിയൻസും, അതായത് നമുക്ക് തോന്നും ഒരു ഫീൽ വരും, ഇത് കിട്ടും, അങ്ങനെ നമുക്ക് ഇത് പറ്റും, അങ്ങനെ ഓരോ ഐറ്റം കിട്ടാൻ തുടങ്ങുന്നത് നമുക്ക് എക്സസൈസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഓരോ ഐറ്റംസ് കിട്ടി വരാം. അതേ ഉള്ളൂ. സാറിന് നന്ദിയുണ്ട്, പിന്നെ വീട്ടുകാരും പിന്നെ ദൈവത്തിന് നന്ദി പാസ്സാക്കി തന്നു. ഓക്കെ, ഇവിടെ എത്തിപ്പെട്ടത് വേറൊന്ന് പറഞ്ഞു, ആഷിഖ്, നമ്മുടെ പഴയ സ്റ്റുഡൻറ്റ്. ആഷിഖ് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഷിഖിൻ്റെ അടുത്ത്. അതായത് ആള് SI പാസ്സായതാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ കോച്ച് ചെയ്തതെന്ന് എൻ്റെ അനിയനെ പോയി ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് സാറിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആകെ 1 മണിക്കൂർ എന്തോ അന്ന് ആ ഒരു ദിവസം കൊണ്ട് തന്നെ പിറ്റേ ദിവസം മുന്നത്തെ ദിവസം എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചു, പോയി പാസ്സായി വന്നു. നല്ലൊരു അക്കാഡമിയാണ്, ധൈര്യത്തിൽ പൊയ്ക്കോ പാസ്സാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2 പേർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. കാരണം ഈ വീഡിയോ കണ്ടിരിക്കുന്ന വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ഇവിടെ എത്തിപ്പെടുക. നിങ്ങൾക്ക് ഹൈ ജമ്പ് ലോങ് ജമ്പ് നമ്മളിവിടെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് പാസ്സാക്കാൻ എന്നെക്കൊണ്ട് കഴിയും. കാരണം നിങ്ങളുടെ ചെറിയ മിസ്റ്റേക്കുകൾ മാറ്റിയാൽ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് പാസ്സാവും.
കാരണം ഇവിടെ വരുന്നവരെല്ലാവരും വളരെ മിസ്റ്റേക്കോടെ പ്രമുഖ അക്കാഡമിയിലെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ വീഡിയോ ആയിട്ട് നമ്മൾ ഒരുപാട് ഈ CPO കഴിഞ്ഞാൽ നമ്മൾ വരും. കാരണം അവരൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് പാസ്സായി പോകുന്നുണ്ട്. അത് വളരെ എനിക്ക് സന്തോഷം. കാരണം ഇത്രയും ലോങ് നിന്ന് വന്ന് അവർക്ക് ഹൈ ജമ്പ് ലോങ് ജമ്പ് സെറ്റായി കൊടുക്കുമ്പോൾ അവരൊരു നല്ലൊരു എന്താ പറയുക ഭാവിയിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷം. എന്തായാലും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. Ready. Very good.